ധന്യവർമ്മയ്ക്ക് അനുപമ പരമേശ്വരൻ നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും ദേശീയ മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ച. നാർസിസത്തെക്കുറിച്ചുള്ള അനുപമയുടെ അനുഭവം തുറന്നു പറച്ചിലും സമൂഹത്തിൽ ചർച്ചയാവേണ്ട ഒന്ന് തന്നെയാണ്. എന്നാലും എന്തുകൊണ്ടാണ് ഈ നടന്റെ പേര് നടി ഇതുവരെയും വ്യക്തമാക്കാത്തത്? എന്താണ് നാർസിസം എന്ന തിരിച്ചറിവും എത്രത്തോളം അതൊക്കെ ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള തുറന്നു പറച്ചിലുകളും ധാരാളമായി വരുന്നുണ്ട്. തന്റെ കണ്ണീർ ഗ്രന്ഥി താഴ്ന്നു പോകുന്ന തലത്തിൽ 2 വർഷത്തോളം മാനസികമായും ശാരീരികമായും ഇത്രയും അധികം ഒരാളിൽ നിന്ന് അനുപമ അനുഭവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഞെട്ടലാണ് ആരാധകർക്കും സോഷ്യൽ മീഡിയയിലും ലോകത്താകമാനമുള്ളവർക്കും ഉണ്ടാക്കിയത്. ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം തുറന്നു പറച്ചിലുകൾ ധീരമായി നടത്തിയ അനുപമ എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട്. ആരാണോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അയാളുടെ പേര് പറയാത്തത് തന്നെയാണ് അനുപമയ്ക്ക് ഇത്രയും വലിയ കാര്യം പറയാനുള്ള ധൈര്യം നൽകുന്നത് എന്നാണ് മറ്റു ചില വിലയിരുത്തലുകൾ. അതേസമയം ആരാണ് ആ വ്യക്തി എന്ന ചോദ്യത്തിന് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പേര് ധ്രുവ് വിക്രമിന്റേതാണ്. എന്തെന്നാൽ ധ്രുവ് വിക്രമുമായുള്ള പ്രണയ ഗോസിപ്പുകളും സ്വകാര്യ ചിത്രങ്ങളും കഴിഞ്ഞ 2 വർഷത്തോളമായി സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. ഒരു സ്വകാര്യ ചിത്രം പുറത്തു വന്നതിന് ശേഷമാണ് ആ പ്രണയ ഗോസിപ്പുകൾക്ക് തുടക്കമായതും. പിന്നീട് പൊതുപരിപാടികളിലും വിദേശ യാത്രകളിലും ഇരുവരും ഒന്നിച്ചു പങ്കെടുത്തതും വന്നതുമായ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു. എന്നാൽ അത്രയധികം പ്രണയ ഗോസിപ്പുകൾ പുറത്തു വന്നിട്ടും അനുപമയോ ധ്രുവ് വിക്രമോ ആ വാർത്ത സ്ഥിരീകരിച്ചതുമില്ല. ഒന്നിച്ചുള്ള ഫോട്ടോകൾ പോലും പങ്കുവച്ചില്ല. ആ പ്രണയ ഗോസിപ്പുകൾ സത്യമല്ല എങ്കിൽ, അനുപമ പറയുന്ന മുൻ പങ്കാളി ധ്രുവ് വിക്രം അല്ല എങ്കിൽ എന്തുകൊണ്ട് നടി അതിന് ക്ലാരിഫിക്കേഷൻ നൽകുന്നില്ല? ധ്രുവ് വിക്രം ആണെങ്കിലും അതിനൊരു തുറന്നു പറച്ചിൽ, ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെയും നൽകിയിട്ടില്ല. വ്യക്തിജീവിതത്തിലെ പ്രണയ തകർച്ചയെക്കുറിച്ചും പങ്കാളിയിൽ നിന്നുണ്ടായ കടുത്ത മാനസിക ആഘാതങ്ങളെക്കുറിച്ചും നടി അനുപമ പരമേശ്വരൻ നടത്തിയ തുറന്നു പറച്ചിലുകൾ ചലച്ചിത്ര ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. അനുപമയും നടൻ ധ്രുവ് വിക്രവും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അനുപമയുടെ വാക്കുകൾക്ക് പിന്നാലെ താരത്തെ ലക്ഷ്യമാക്കിയായിരുന്നു സോഷ്യൽ മീഡിയ ചർച്ചകൾ. വിവാദം തുടരുന്നതിനിടെ മൗനത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ധ്രുവ് വിക്രം. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇൻസ്റ്റഗ്രാമിൽ സജീവമല്ലാതിരുന്ന താരം കടൽ തീരത്ത് തിരമാലകൾ അടിയുന്നതിന്റെയും കുട്ടികൾ കളിക്കുന്നതിന്റെയും ഒരു നിശബ്ദ വീഡിയോ ആണ് സ്റ്റോറിയായി പങ്കുവച്ചത്. അടിക്കുറിപ്പുകളോ വ്യാഖ്യാനങ്ങളോ ഇല്ലാത്ത ഈ വീഡിയോയിലൂടെ ധ്രുവ് ആരോപണങ്ങളോട് മൗനം പാലിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. അനുപമയ്ക്കുള്ള മറുപടിയാണോ ഇതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. വിഷയത്തിൽ വലിയ തോതിൽ വാർത്തകളും വിവാദങ്ങളും പ്രചരിക്കുമ്പോഴും നേരിട്ട് പ്രതികരിക്കാൻ ധ്രുവ് വിക്രം തയ്യാറായിട്ടില്ല. നവാഗതനായ കരൺ അരവിന്ദ് കുമാർ സംവിധാനം ചെയ്യുന്ന ബൈസൺ ആണ് ധ്രുവിന്റെ പുറത്തുവന്ന അവസാന ചിത്രം. സമാധാനം സ്വയം കണ്ടെത്തിയെന്നും ഒരു പോസ്റ്റ് പങ്കുവയ്ക്കാൻ ഇനി തനിക്ക് ആരുടെയും അനുമതി വാങ്ങേണ്ടതില്ലെന്നും ഭയപ്പെടേണ്ടതില്ലെന്നുമാണ് അനുപമ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത്. തന്റെ ബ്രേക്കപ്പിനെ കുറിച്ച് തുറന്ന് സംസാരിച്ച് നടി അനുപമ പരമേശ്വരൻ മുന്നോട്ട് വന്നത് ഏറെ ചർച്ചയായിരുന്നു. പ്രണയത്തിലായ വ്യക്തി നാർസിസ്റ്റ് ആയിരുന്നുവെന്നും മാനസികമായും ശാരീരികമായും താൻ ഒരുപാട് സഹിച്ചെന്നും അനുപമ പറയുന്നു. 2 വർഷം ഞാൻ നാർസിസ്റ്റിക് അബ്യൂസിലൂടെ കടന്നുപോയി. നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാകാത്തവരെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അന്ന് ഞാൻ മഞ്ഞ വസ്ത്രം ധരിച്ച് പോസ്റ്റ് ഇട്ടതിന് പകരം ആത്മഹത്യ ചെയ്ത വാർത്തയായിരുന്നുവെങ്കിൽ എനിക്കിന്ന് ഒരുപാട് സ്നേഹം കിട്ടിയേനെ. ഒരുപാട് ബോയ്ക്കോട്ട് കൾച്ചറൽ നടന്നേനെ. പല ചർച്ചകൾ നടന്നേനെ. ബ്രേക്കപ്പ് സംഭവിച്ച് 1 മാസമായി യൂണിവേഴ്സ് നമുക്ക് പല തരത്തിലുള്ള റെഡ് ഫ്ലാഗ് കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായി നടക്കുമ്പോൾ നമ്മളത് കാണില്ല. നിനക്ക് എന്തോ മോശം സംഭവിക്കുന്നെന്ന് ചുറ്റുമുള്ള ആളുകളെ കൊണ്ട് പറയിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാകില്ല, അവസാനം വളരെ മോശമായൊരു സാഹചര്യം യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായും പ്രശ്നം കണ്ടേ പറ്റുള്ളൂ. ആ നിമിഷം നമ്മൾ മറിച്ച് ചിന്തിക്കും, എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും. വളരെ പെട്ടെന്ന് ആ നിമിഷം എനിക്ക് സംഭവിച്ചതിൽ സന്തോഷമുണ്ട്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ഇട്ടപ്പോൾ ആളുകൾ പറഞ്ഞത് ഇത് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണെന്നും അനുപമ പറയുന്നു. നാർസിസ്റ്റിക് അബ്യൂസിലൂടെ കടന്നു പോയവർക്കേ അത് മനസ്സിലാകൂ. നാർസിസ്റ്റിക് അബ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ബന്ധത്തിന്റെ തുടക്കത്തിലെ എനിക്കും കുടുംബത്തിനും സ്റ്റാഫിനും ഇത് നല്ലതല്ല എന്നറിയാമായിരുന്നു. കാരണം അവർ എന്നിൽ മാറ്റങ്ങൾ കണ്ടു. നാർസിസ്റ്റിക് അബ്യൂസ് വളരെ സൈലന്റായി നടക്കുന്ന കാര്യമാണ്. ആദ്യത്തെ കുറച്ച് ഡേറ്റിങ്ങുകൾക്ക് ശേഷം ഈ വ്യക്തിയുടെ കുടുംബത്തെ കാണുന്നു, അവർക്കൊപ്പം ലഞ്ച് കഴിക്കുന്നു. 3 മാസത്തിനുള്ളിൽ ഈ വ്യക്തി എൻഗേജ്മെന്റിനെ കുറിച്ച് പറയുന്നു. അവിടെ വെച്ച് എൻഗേജ്മെന്റ് നടത്തും, എവിടെ വെച്ച് എൻഗേജ്മെന്റ് നടത്തും, എത്ര പേരെ വിളിക്കണം എന്നെല്ലാം കുടുംബം ചോദിക്കുന്നു. 3 മാസത്തെ ബന്ധമാണ്. അത്രയും വേഗത്തിലല്ല സാധാരണ ഉണ്ടാവുക. എന്നെ ഗോൾഡ് ഡിഗർ എന്ന് വിളിക്കുന്നവർ അറിയേണ്ട കാര്യമുണ്ട്. എൻഗേജ്മെന്റ് കോൾ ഞാൻ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ വ്യക്തിയെ ഞാൻ വിവാഹം ചെയ്തേനെ, ഡിവോഴ്സിൽ എത്തിയേനെ.
ഞാനാണ് എൻഗേജ്മെന്റ് കോൾ നിരന്തരം തടഞ്ഞത്. കാരണം ഇത് പ്രണയമല്ല, ഞാൻ ആക്ടിംഗ് നിർത്താനുള്ള ഡെസ്പറേഷൻ ആണെന്നും എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ എൻഗേജ്മെന്റ് വേണ്ട, ഈ വ്യക്തി ചെറുപ്പമാണ്, കുട്ടികളാണ് കൺസേൺ എങ്കിൽ എഗ് ഫ്രീസിംഗ് ചെയ്യാമെന്നെല്ലാം ഞാനാണ് പറഞ്ഞത്. പ്രണയമല്ല, ഒരാളെ നിയന്ത്രണത്തിലാക്കാനുള്ള ഡെസ്പറേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായെന്നും അനുപമ പറയുന്നു. അനുപമയുടെ വാക്കുകൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. അനുപമ തുടക്കം മുതൽ തന്നെ പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. കാരണം അനുപമ ഇതുപോലെ ഒരു സംഭവം, തനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, തനിക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും അനുപമയ്ക്ക് ഒപ്പം നിന്നു. ഇത് ധ്രുവാണെന്ന രീതിക്ക്, ധ്രുവവുമായിട്ടാണ് അനുപമ ബ്രേക്കപ്പ് ആയത് എന്ന രീതിക്ക് വലിയ രീതിയിലാണ് ചർച്ചകൾ നടന്നത്. എന്നാൽ ധ്രുവല്ല, മറ്റാരോ ആയിട്ടായിരുന്നു പ്രണയം എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും അതൊരു നല്ല ബന്ധമല്ല എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. എന്താണെങ്കിലും അതിൽ നിന്നും പുറത്തു കടക്കാൻ അനുപമയ്ക്ക് സാധിച്ചതിൽ എല്ലാവരും അനുപമയെ അഭിനന്ദിക്കുന്നുമുണ്ട്. സാധാരണ എല്ലാ പെൺകുട്ടികളും ഇതിൽ അകപ്പെട്ടു പോകാറാണ് പതിവ്. എന്നാൽ അനുപമ വളരെ സ്ട്രോങ് ആയി തന്റെ കുടുംബം അനുപമയ്ക്കൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പോയെങ്കിലും അതിൽ നിന്നും പുറത്തു കടക്കാൻ അനുപമയ്ക്ക് പറ്റി.